എങ്കിലും ഒരു ചെറിയ സത്യം ഞാൻ പറയാം, മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടിയെ ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. എന്താ സംഭവം പറ കേക്കട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നേ. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ XEV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോള് കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ അതെന്നും പറഞ്ഞ് ഫോൺ നമ്പർ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാ. നടക്കുന്നേ എന്താ പറ, എനിക്കറിയില്ല. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിന്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ പറഞ്ഞതനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാം. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിലിരുന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്മ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടി എന്നോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്തു മാറ്റി, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞ. എറണാകുളത്തേക്ക് പോകാമെന്നും പറഞ്ഞു. നടി എന്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എന്റെ ഫോൺ എന്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ ഭാവനയുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടായി. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിന്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിന്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. എല്ലാവരുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളവിടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോ അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളെന്ന് പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ എന്നും പറഞ്ഞ ഈ കേസിൽ 1ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണാം. നടൻ ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധവും ഞാൻ അയാളും തമ്മിലില്ല. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസമായില്ലേ? ഒറ്റത്ത് ഭാവന ഇരിക്കണം, അതിന്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കണം, അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ 2 പേരും ഇറങ്ങി. ഭാവന എനിക്ക് നേരെ ഇരുന്നു. ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ എനിക്ക് നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത മുഖത്തേക്ക് നോക്കണ്ട. അവര് സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടന്റെ അടുത്തും രമ്യ നമ്പീശിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ശ്രീകുമാറിന്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞവൻ എന്റെ കാല് പിടിച്ചു വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനി ഒക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിന്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ് എന്റെ അടുത്ത് വരും, കാല് പിടിച്ച ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം പറഞ്ഞു. സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശ്യനെ.
ആ പുണ്ണിനെയും വിളിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തു പറയണ്ടായി. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഇന്നവർ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു കേസ് വന്നേക്കണം, പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി ഭാവന തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈ കൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങി. സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോറ് തുറക്കണേക്കും എന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ലോ എന്ന് പറയണം. അപ്പൊ ഭാവന പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവന്റെ കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സുനി, പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് ഭാവന പറഞ്ഞു നേരെ ലാലേന്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ ഭാവന പറഞ്ഞതനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. പോണ വഴിക്ക് നടി എന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്നെക്കാളും വലിയ ശക്തികളാണ് അവര്. ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ്. നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം. ഭാവന ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങോട്ട് ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്നുകൊണ്ട് കവളത്തെ ശ്രദ്ധിച്ചില്ല. ഞാനാകെ ടെൻഷനിലായിരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകണില്ല. അത് ഇനി ലാല് ഭാവനെ വീണ്ടും ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി പറഞ്ഞു, മാർട്ടിൻ ഇപ്പൊ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനെ ഞാൻ കൊന്നുകളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളു. വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും, അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നടി ഭാവന കണ്ടു. ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ചറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനയെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറൊരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി. ആടെ മാറ്റി എടുത്തിട്ട് കഴിച്ചു പിടിച്ചിട്ട് അങ്ങനെ 2 കുലിക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോള് കഴിച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് കഴിഞ്ഞ് എന്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എന്റെ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളെ തെളിവാന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സാറേ എന്താ ഇപ്പൊ തന്നെ എന്റെ മോമിൽ കയറി അടിച്ചു. കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. അവരെന്നെ ഒരു റൂമിലേക്ക് മാറ്റി കൊണ്ടിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞതിന് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാണ് നിൽക്കുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കാം, അവര് മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാ, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നാലും അവരുടെ ആൾക്കാരല്ല അവിടുത്തും. അതും പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു. എന്നെ നാഭി തുടങ്ങി എല്ലായിടത്തും നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും ദിലീപ് എന്നെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ഭാവനയ്ക്കും ആയിരിക്കും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. നടൻ ലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. പണ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകളും ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വിശ്വസ്തയോടെ കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, വിശ്വസ്തയോടെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത്രയും വിശ്വാസമായിട്ട് നിന്ന് എന്നെയാണ് ചതിച്ച് ഇത്രയും കൊല്ലം ജയിലിലിട്ടത്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഇത്രയും ദേഷ്യം വരാൻ കാര്യം ഭാവനേനെ കല്യാണം കഴിക്കണം എന്തോ ഒരു ഇത് നിൽക്കണം. അതിന്റെ ഇടയ്ക്കാണ് കാവ്യനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിന്ന് പറയുന്നത്. പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജുവിന് കൈയുണ്ട്. മഞ്ജു വാര്യർ, ദിലീപ്, ശ്രീകുമാർ മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, നടൻ ലാല്, പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.